അവൻ എന്തിനു വന്നു? ഇതൊക്കെ എന്താകെ എതുക്ക് വന്നേല്ലേ? അപ്പൊ ഇത്രയും സ്ഥലം നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ മോൾ വശം ഒന്ന് കട്ട് ചെയ്തു. ഇതിന്റെ പണി തുടങ്ങാൻ പോവാണ്. ചേരമീനെ അല്ലേ, അറിയാവുന്ന പണിക്ക് പോയാ പോലെ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇവിടെ അഭിമാനിക്കാം. ഒരു 5 കൊല്ലം കഴിയുമ്പോഴാണല്ലോ കോടീശ്വരൻ പരിപാടിയിൽ ഇത്തരം തെറ്റി വരുന്നത് ശരിയല്ല. കത്തെഴുതിയ ആൾ ആരാണ് എന്നുള്ളതാണ് ഇവിടത്തെ പ്രസക്തി. മദ്യത്തിലൂടെ കഴിക്കുന്നത് നല്ല തുള്ളികളായി ഇറങ്ങി. സൗമ്യരെ മീൻ തോരൻ റെഡി. മീനിനെ പ്രണയിക്കുന്നവർക്കുള്ള സാധനമാണ് കേട്ടത്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ സാധനം കിടക്കുന്നുണ്ട്, കയറ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും നമ്മുടെ അരുൺ കോക്കും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. അവൻ എന്തിനു വന്നു? ഇതൊക്കെ എന്താകെ ഇങ്ങനെ പറയേ ഇതൊക്കെ എന്താവത് മറ്റേ ഈ മണിച്ചിറതാല് പറയില്ലേ, നാഗവലി എന്തിനു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി കലക്കറിയില്ലേ മോഹൻലാല്. എനിക്കടായാലും അത് ഓർമ്മയില്ലേ? നിനക്കറിയില്ലേ? എനിക്കറിയില്ലേ. അപ്പൊ ഈ കയർ കൊണ്ടുവന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മരമുറി നടക്കുന്നുണ്ട്. മരമുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷ വാർത്തയാണ് പറയാൻ പോണത്. ഈ മരം മുറിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റൊക്കെ നമുക്ക് ഒരു വിഷമാണ്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് മുറിച്ചു പോയില്ലോ എന്നുള്ളൊരു വിഷമം. നമ്മുടെ 5 വർഷമായി കിടക്കുന്ന മുടങ്ങി കിടക്കുന്ന ട്രീ ഹൗസ്, ശാപമോക്ഷം കിട്ടാതെ കിടക്കുന്ന ട്രീ ഹൗസിനെ പണിയാൻ പോവാണ്. അപ്പോൾ ഇത് മൊത്തം 470 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് ആവശ്യമില്ല. അത് പണിയാൻ 1 ബഡ്ജറ്റ് വരും. ഇത് പണിയുമ്പോൾ അറിയില്ല, അത് ഒന്നും അറിയില്ലല്ലോ, പിന്നെ 1 പൈസ വരും. അപ്പോൾ എന്താ വെച്ചില്ലേ, ഇതിനെ വളരെ ചെറുതാക്കിയിട്ട് ഇപ്പോൾ 470 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് 150 അടുത്ത് സ്ക്വയർ ഫീറ്റായിട്ട് മാറും. അപ്പോൾ ഇതാണ്ട ഈ മരം കണ്ട, ഈ മരം പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ മറ്റേ മേൽക്കൂര പണിയുമ്പോൾ ഇത് തടസ്സമാവും. അപ്പോൾ ഇവിടെ ഈ അടിയിലത്തെ തട്ടില്ലേ, അതുമ്പോഴേക്ക് വെള്ളം വരും. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞുതരാം, 5 മരം ഇപ്പം ഇതിൻ്റെ ഉള്ളിലാ, ട്രീ ഹൗസിൻ്റെ ഉള്ളിൽ കൂടെ പോണേ. അപ്പോൾ ചോദിക്കുമ്പോൾ 5 എണ്ണം. അപ്പൊ അന്നേ നമ്മളിത് എങ്ങനെയായിരിക്കും ഇത് വരെ, അത് മോൾ ഭാഗം മേയുമ്പോൾ ഈ മരങ്ങൾ ഉള്ളിൽ പെടുമ്പോൾ ഈ ഉള്ളിൽ ചോർച്ച വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ ചേട്ടൻ അതൊക്കെ നീ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കതൊന്നും അറിയാണ്ടാണ് അവർ ചെയ്ത് വരുമ്പോ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? അല്ല, ഇപ്പൊ പറയണ അതൊക്കെ ഇനി പുറത്തേക്ക് ആയിരിക്കും, അതിന്റെ ഉൾഭാഗം മാത്രം എടുക്കുള്ളൂ, ഈ മരങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല. അതൊക്കെ ഇനി കളയും. കളയല്ല, അതൊക്കെ അഴിച്ചെടുക്കും. അതഴിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള അപ്പൊ പിന്നെ ഇനി മെറ്റൽ ഇനി എടുക്കേണ്ടി വരില്ലേ മിക്കവാറും. കാലുകൾക്ക് താങ്ങ് കൊടുക്കാനായിട്ട് വേണ്ടി വരും. അതന്നെ, അതുകൊണ്ട് അത് മതിയാവും ഇനി. അപ്പൊ അവര് അരുൺ കോക്ക് അങ്ങോട്ട് പോയിട്ടാ, ആളുടെ സഹായികളാണ് നമ്മുടെ ഇവര്. അപ്പൊ പീടിയിലേക്ക് പോയേക്കാം. അതെ, അപ്പൊ ഇതിന്റെ മോൾ വശം കണ്ട, ഇത് ഉള്ളിയോടെ പോണത്, ഇതിന്റെ മോൾ വശം ഒന്ന് കട്ട് ചെയ്തു. പിന്നെ ഈ മരല്ലേ, ഇതിന്റെ മോൾ വശം ഒന്ന് കട്ട് ചെയ്തു. കാരണം ഇവർ രണ്ടുപേരാണ് ഉള്ളിയോടെ വരാം. അപ്പൊ മാത്രല്ലോ ഇതൊക്കെ ഉള്ളിൽ തന്നെയല്ലേ നിക്കണേ, ഈ മരം ഉള്ളിലാ നിക്കണല്ലോ. അത് ഉള്ളിലായാലും ഇതിലാണ് പൈപ്പ് വരാ, പിന്നെ മെയിൻ തണ്ട് വരാ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞ ഒരു ഇഷ്ടം തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുൺ കോക്ക് ഇതിന്റെ മുകളിലേക്ക് തന്നെ കയറ്റി. ഇതിന്റെ മുകളിൽ കയറ്റിയിട്ട് ഞാൻ കയറായിട്ടുണ്ട്. ഇത് മുകളിൽ കയറിയപ്പോഴാണ് സരിത എന്തൊരു ഭംഗിയാന്നറിയോ ഇതിന്റെ മുകളിൽ. ഇതിന്റെ മുകളിൽ ഒരു പലകിട്ടിട്ട് നിന്ന് കഴിഞ്ഞാലേ ഇപ്പോഴന്നെ എന്തൊരു കേട്ടാ, എന്തൊരു രസം നോക്കിയേ. അപ്പോൾ ഇതിന്റെ പണി തുടങ്ങാൻ പോവാണ്. അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ പണി ആരംഭിക്കും. ഇപ്പം മരം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നാലാണ് സുമേഷിന് വന്നിട്ട് ഇതിൻ്റെ കാലുകളും ഇതൊക്കെ ഫ്രെയിമുകളൊക്കെ കറക്റ്റായിട്ട് ഇത് ആവശ്യമില്ലാത്തൊക്കെ മുറിച്ച് മാറ്റി മുകളിൽ മേൽക്കൂര അടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം പാലക്കാട് നിന്ന് അവർക്ക് വരണമെങ്കിൽ. അല്ല, എന്നിട്ട് വേണം നമ്മുടെ ഇതിനെ അടിത്തറ ഇട്ട നമ്മുടെ മുരളിയേട്ടനുണ്ട്, മുരളിയേട്ടനില്ലേ, മുരളിയേട്ടൻ വന്നിട്ട് അടിയിൽ ഈ പലക അടിച്ച് തരും. പലക അടിച്ച് തന്നു കഴിഞ്ഞിട്ട് വേണം പാലക്കാട് നിന്ന് അവർ വന്നിട്ട് മുള കൊണ്ട് ചുറ്റും പൊതിയാനായിട്ട്. അപ്പോൾ നമ്മുടെ ട്രീ ഹൗസിന് ശാപമോഷം കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൊണ്ട് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുടിലിങ്ങനെ പോണത് ചേരമീനല്ലേ, കേരമീൻ
ചോരിയും കാര്യം കൂടിയിട്ട് ചേരയാ അത് പറയാൻ പെട്ടെന്ന് തെറ്റിപ്പോയി, ഭാഗ്യം അത് പിഴ പറ്റിയില്ല. ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും നമുക്ക് റെസിപ്പികൾ അയച്ചു തരുന്നുണ്ട്. കണ്ടമാനുണ്ട്, എന്തോരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഇതൊക്കെ നോക്കുമ്പോൾ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഒരു CS സൗമ്യ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഡാൻസിങ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്കി അവിടെ പോയിട്ട് അല്ല എന്ന് പറഞ്ഞു പോവാം. അല്ല ഇവിടെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെ എവിടെയോ വഴിക്ക് വീഴാന്ന് അറിയില്ല. ഡാൻസിങ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ്, അതിൽ ഒരു പെൺകുട്ടി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് പാചക ചാനൽ തുടങ്ങാനുള്ള കാരണം എനിക്ക് കുക്കിംഗ് ആയിരുന്നു ഇഷ്ടം, പിന്നെ അത് CS സൗമ്യ ശ്രീകാര്യം തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയിട്ടാണ് അവർ മുറിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് പാചകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുക്കിംഗ് ചാനൽ ആരംഭിച്ചു. കുക്കിംഗ് ചാനലിലൂടെ പിന്നെ വ്ളോഗിലേക്കാണ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്ര അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ, കുക്കിംഗ് ചെയ്യുമ്പോഴേ അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഇത്ര 20 കൊല്ലമായിട്ട് അത് പാചകം ചെയ്തതാണ്. അല്ല പറയുന്നത് ഞാൻ പറയട്ടെ ആദ്യം, പിന്നെ നീ തിരുത്തില്ല നീ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അത് ആ പെൺകുട്ടി പോസ്റ്റ് ഇട്ടോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോണത് 2016 ആ കുട്ടിക്ക് വനിതേര കുക്കിംഗ് മത്സരത്തിൽ ഒരു സമ്മാനം കിട്ടി, ചെക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമ്മാനം കിട്ടിയ പാചകം ഞാൻ കണ്ടു. അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു മീൻ തോരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീൻ ഉലർത്തിയതാണ് എന്നിട്ട് അങ്ങനത്തെ സാധനമാണ്. വളരെ എളുപ്പമുള്ള സാധനമാണ്, നമുക്ക് ഇഷ്ടമാവും തോന്നുന്നു, കണ്ടിട്ട് ഇഷ്ടമാവും തോന്നുന്നു. അല്ല സമ്മാനം കൊടുക്കണമെങ്കിൽ അതിന് ഒരു നിലവാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സാധനമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, വനിതേര കേട്ടാ. അപ്പോൾ സൗമ്യ ശ്രീകാര്യം തിരുവനന്തപുരം എടുക്കുന്നത്. പിന്നെ ആളുകൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഭിമാനം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടമാനം യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, കുക്കിംഗ് ചാനലുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ന സാധനത്തിൽ നിന്ന് എടുത്തതെന്ന് പറയുന്നത് നമ്മളെ മാത്രമാണെന്ന് പറയുന്നു ഇല്ലേ, നമ്മളത് തുറന്ന് പറയുന്നു. അങ്ങനെ കുറേ പേര് പറഞ്ഞില്ലേ, അതിൽ നിനക്ക് അഭിമാനിക്കാം മേടാ, അഭിമാനിക്കാം. അതല്ലാന്ന് ചേട്ടൻ എനിക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നതല്ലേ ആ സാധനം, ആ പെൺകുട്ടിയുടെ പോസ്റ്റ്. അപ്പൊ അതില് പറയണത് ഞാൻ കേട്ടെന്നിട്ടെന്നറിയൂ, അത് ഫുഡ് ബ്ലോഗാ ചെയ്യണേ. ഫുഡ് ബ്ലോഗാണ് അതിന്റെ ചാനലിൽ മെയിനായിട്ട് അത് ചെയ്യണത്. ഈ ഹോട്ടലുകൾ, ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഓരോ സ്ഥലത്തെ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയല്. അപ്പോൾ ആളുകൾ മെയിനായിട്ട് ഇടുന്ന കമന്റ്, പാചകം ഒന്നും ചെയ്യാൻ അറിയില്ല അല്ലെ, വല്ലപ്പോഴൊക്കെ അടുക്കളയിൽ കയറി വല്ലതൊക്കെ ചെയ്ത് കുക്കിംഗ് ഒക്കെ ചെയ്ത് പഠിക്കി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണ് ഫുള്ള് കമന്റ്. അപ്പോഴാണ് ആള് പറഞ്ഞേക്കണത് എനിക്ക് പാചകമൊക്കെ അത്യാവശ്യം ചെയ്യാൻ അറിയണ ആൾ തന്നെയാണ്. ഞാൻ ഇത്ര വർഷം മുന്നേ, എത്രയും വർഷം മുൻപ് 20 കൊല്ലം മുന്നേ വനിതയിൽ ഞാൻ എൻ്റെ റെസിപ്പി അയച്ചു കൊടുത്തിട്ട് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ അടക്കമാണ് ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്തേക്കണം. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും വീഡിയോ കാണുമ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്, ഇപ്പോൾ എൻ്റെ അനുഭവമാണ് പറയണേ, നമ്മൾ ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനധികം വരാറില്ലല്ലോ, ഞാൻ ടേസ്റ്റ് ചെയ്യേണ്ട സമയത്ത് മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇപ്പോഴായാലും ശരി നമുക്ക് വരുന്ന ഒരു കമൻറ്റ് എന്തിട്ടാ, സരിതയ്ക്ക് പണിയൊന്നുമില്ല, അജുവായിട്ട് എല്ലാ പണിയും ചെയ്തോളൂ. അപ്പം എൻ്റെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു, നിനക്ക് ഭയങ്കര സുഖമല്ലേ, അജുവായിട്ട് എല്ലാം ചെയ്തോളൂല്ലേ എന്ന്. അപ്പോൾ വീഡിയോയിൽ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ചേട്ടൻ പാചകം ചെയ്യണതാണ് കാണുന്നത് എല്ലാവരും. അപ്പം ഈ കാണണതാണ് എല്ലാവരെയും മൈൻഡിൽ രജിസ്റ്റർ ആവുക. അപ്പം എല്ലാവരും ചിന്തിക്കുക പണി മുഴുവൻ അജു എടുക്കണേന്ന്. അപ്പം വീഡിയോ എടുക്കാത്ത സമയത്ത് ഇവിടെ പണികളെടുത്ത് നടക്കുമ്പോഴും വീട്ടിലത്തെ കുക്കിങ്ങും അതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഞാൻ മനസ്സിലെൻ്റെ അങ്ങനെ വരും, ഈശ്വരത് ആൾക്കാർ എല്ലാവരും അറിയണുണ്ട്, ആളുകൾ വിചാരിക്കണമെന്നിട്ട്. ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഫാനിട്ട് ഹാളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് എഡിറ്റ് ചെയ്യായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ ചെയ്യും. നമുക്കിത് കഴിഞ്ഞാലും പണികളുണ്ടാവും, ഈ പാത്രങ്ങൾ കഴുകലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഇത് ആളുകളുടെ ധാരണ എന്തുട്ടാ, സരിതയ്ക്ക് എന്താ സുഖം. അപ്പോൾ എനിക്ക് ആ പോസ്റ്റ് വെച്ചപ്പോൾ അത് ഓർമ്മ വന്നു, ആ പെൺകുട്ടി ഫുഡ് ബ്ലോഗ് ചെയ്ത് നടക്കണുണ്ടപ്പോൾ അതിന് കുക്കിംഗ് ഒന്നും അറിയില്ല എന്ന് വിചാരം ആളുകളുടെ. സൗമ്യ നീ ഇത് കേൾക്കണണ്ട, അതെന്തെങ്കിലാവട്ടെ. അതെ അതൊന്നുമില്ല, എല്ലാവർക്കും എല്ലാ പണികളും ഉണ്ട്, പണികൾ അവസാനിക്കുന്നില്ലേ. നമുക്ക് എല്ലാതും നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ കാണിക്കണില്ലല്ലോ. അണിയറ പ്രവർത്തനങ്ങൾ ഇഷ്ടം പോയിട്ട് നമുക്ക് ഒരിക്കലും അവസാനിക്കില്ല. അത് അല്ല, അത് സന്തോഷപൂർവ്വം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇത് വളരെ സിമ്പിൾ, കോഴി മുട്ട ഇട്ടുന്നുണ്ട് കേട്ടോ, ശരിയാ, കോക്കുണ്ട്, ഇതൊക്കെ എടുക്ക്, സാധനങ്ങൾ എടുക്ക്. ഇത് വളരെ സിമ്പിളായി കേട്ടോ. ഇതിപ്പോൾ ഒരു 1/2 കിലോൻ്റെ അടുത്ത് നമ്മൾ ചീരമീൻ, കേരമീൻ
തെറ്റാ. അതെടുത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ ഒരിക്കലും ഒരു മിനിറ്റ് എനിക്ക് 2 സാധനം. ചേര, ചീര, കോര. ഇതിനേക്കാളൊക്കെ എത്ര എളുപ്പം അതിന്റെ ശരിക്കുള്ള പേര് പറയാൻ. ഈ ശരിക്കും ഇതിന്റെ പേരെന്തുട്ടാ? ചൂരയാണോ കേരയാണോ? അതായത് നമ്മുടെ ഇവിടെ ബോർഡിൽ അവർ എഴുതിയോണ്ട് കേരാന്ന്. ചില അവര് പറയുന്നത് ചൂരി എടുക്കൂ, അവര് പറയുന്നത് കേരയാന്ന് പറയുന്നത്. പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട്, ടൂണ. ടൂണ. ചേട്ടാ അത് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ മീൻ എടുത്തു കേട്ടാ. ഇനി നമുക്ക് തുടങ്ങാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഈ മീനിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയില്ല, 2 സരിത. എനിക്കറിയില്ല. അതെ, ഞാൻ അല്ല സ്ക്രിപ്റ്റ് ഒന്നും എടുക്കണില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ടീസ്പൂൺ എടുത്താൽ ടീസ്പൂൺ കൊണ്ട് ഇളക്കാം. ഇതുകൊണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വയ്ക്കുക എന്നാണ് പറയുന്നത്. ഇന്ന മീൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. മീൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ മീൻ കഷ്ണങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ കിട്ടിയ മീൻ ഇന്ന് ഇതാണ് കിട്ടിയത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. ഞാൻ വേറെ മീൻ പിന്നെ ഉള്ളത് അയില, ചാള, പിന്നെ കൊഴുവ, പിന്നെ ഈ അത് ഊച്ചാളി സാധനമാണ്. കുഞ്ഞിതുകൾ അവർ നന്നാക്കി തരില്ലേ? ഞാൻ നന്നാക്കണമായിരുന്നു. അത് കുഴപ്പമില്ല. പിന്നെ അതെ, പിന്നെ അങ്ങനത്തെ മീനുകളൊക്കെയാ. പിന്നെ ചെറിയ കോലാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് 10 മിനിറ്റ് വരെ ഇത് പരത്തി വയ്ക്കുക. മുളക് പൊടി കൂടുതലാണോ? ഇല്ല, ചതയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇട്ടത്. ചുമന്നുള്ളി, ഇത്ര വെളുത്തുള്ളി, 3-4 വറ്റൽമുളക്. ചതയ്ക്കണം. ഇതിനെ ആദ്യം ഇങ്ങനെ അരച്ചെടുക്കാം. വെയിലിന് വേണ്ടിയിട്ടാണ് നിനക്ക് മറ്റേ ഇത് നട്ടോണ് ഞാൻ അവിടെ മാങ്കോശി. 5 കൊല്ലം കഴിയുമ്പോഴാണല്ലോ. അതെ, നമ്മുടെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ ആള് അതിൻ്റെ കടയ്ക്ക് ഇരുന്നിട്ടാണ്, മാങ്കോശിൻ്റെ കടയ്ക്ക് ഇരുന്നിട്ടാണല്ലോ എഴുതാറും കാര്യങ്ങളൊക്കെ. അതുപോലെ സരിതയ്ക്ക് മാങ്കോശിൻ്റെ കടയ്ക്കിൽ അമ്മി അരയ്ക്കാനുള്ള സൗകര്യം തണലത്ത്. 5 കൊല്ലം കഴിയണം തണലാവണമെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളും എന്തായിരിക്കും നമ്മുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഇങ്ങനെ ഒന്ന് വെറുതെ അരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നില്ല, അല്ലെങ്കിലേ അത് ചതയ്ക്കാനാണ് പറഞ്ഞത്. ചതഞ്ഞ പോലെ ഇനി ഇരിക്കണം. കണ്ട, അത് ഭയങ്കരമായിട്ട് അരയ്ക്കണമൊന്നുമില്ല. അതേ കഴിഞ്ഞു. ഇനി ഉള്ളി, പാളര കഷ്ണം. അയ്യോ, അത് നമ്മൾ എപ്പോഴും പറയാറില്ലേ. ഉള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ നമ്മുടെ മീൻ പറ്റി വെച്ചിട്ട് 10 മിനിറ്റോളം സമയമായിട്ടാ. ഇതൊക്കെ കറക്റ്റ് സമയം കേട്ടോ. നമ്മൾ തട്ടിപ്പും മത്തിങ്ങൊന്നും ഇല്ല. അതായത് 5 മിനിറ്റ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. കറക്റ്റ് 10 മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ടാ. അത് നമ്മൾ ഇത് സാധാരണ കുക്കറിലാണ് വേവിക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഇവിടെ ആ റെസിപ്പിയിൽ അങ്ങനെയാണ്. കുക്കറിൽ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടുപ്പിക്കുക. അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഈ കലത്തിലേക്ക് ഇട്ടിട്ട് ഇവിടെ വിറകടുപ്പിൽ വേവിക്കാനുണ്ട്. അപ്പം നമുക്ക് ഇതേ പരിപാടി തന്നെ ചെയ്യാം. എന്നിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിക്കട്ടെ. ഒരു 2 ടീസ്പൂണും തന്നെ മതി നമുക്ക്. 2 ടീസ്പൂൺ വിവരറിയും. അടിപിടിക്കോ? കുക്കറിൽ ആക്കണ പോലെയല്ലോ ചട്ടിയില്. എന്നാൽ 3 ടീസ്പൂൺ 4 ടീസ്പൂൺ ഒഴിക്കുക. 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്ല, ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നമ്മുടെ തീ കത്തണ അടുപ്പിൽ കൊണ്ടു വയ്ക്കുക. ചെരിഞ്ഞിരിക്കുന്നുണ്ട്. അടുപ്പിലേക്ക് ഇറങ്ങിപ്പോയി സരിത്. കുഴപ്പമില്ല അല്ലേ? അടുക്കിയിട്ട് വേവണം. ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായ സാധനം. ഞാനിത് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മാനം കിട്ടിയതാകുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ. അല്ലാന്ന് കുറേ പേര് ജഡ്ജിമാരിരുന്നിട്ട് അതിനെ വിശകലനം നടത്തിയിട്ട് കൊടുക്കുന്ന സാധനമാണല്ലോ. അവർ കഴിച്ചു നോക്കിയിട്ടല്ലേ? കഴിച്ചു നോക്കിയിട്ടുണ്ടാവും. കഴിച്ചു നോക്കിയിട്ട് അയച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കണതല്ലേ. എന്നിട്ട് അവരുണ്ടാക്കുമായിരിക്കും വേണമെങ്കിൽ. റെസിപ്പികൾ അയച്ചു കൊടുക്കുക ചെയ്യാ. ആവോ, എനിക്കറിയില്ല. ചിലപ്പോൾ പാചകം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വേറൊരു മഹാസംഭവം പറയാം. ഞാൻ ഇന്നലെ ഭയങ്കര സന്തോഷം കൂടി. ചേട്ടൻ കോരിത്തെരിച്ചു പോയി.
ഫാൻ ഇടണ്ടല്ലോ, ഏയ് ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാനല്ല അങ്ങോട്ട് പോക്കും. അല്ല അത് ഞാൻ ഇവിടെ നിന്ന് കാണാം. നീ പറയുന്നത് ഞാൻ പറയണോ? ഞാൻ എന്ത് പറയണം? അതായതേ ഇന്നലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, അതിൽ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജാണ് കേട്ടോ, അജൂസ് വേൾഡ്. ആ പേജിൽ ഒരു ഫോട്ടോ ഇട്ടു കേട്ടോ. അത് ഈ ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ സരിത ഇരുന്നിട്ട് മിന്നാത്തതിൽ വായിക്കുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റിൽ അല്ല ഈ ഒരു കമൻറ്റ് നോക്കിയാൽ നന്ദകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിട്ട കമൻറ്റാണ്. അതിൻ്റെ ഒപ്പം ആൾ ഒരു ഫോട്ടോ കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ക്ലിപ്പ്. അപ്പോൾ അതിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളി നക്ഷത്രം ഫാൻ മെയിലിൽ ഒരു 30 കൊല്ലമെങ്കിലും മുൻപിലത്തെ കണ്ട കത്ത് യാദൃശ്യമായി കണ്ടതാണെന്ന് പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തത്. അപ്പോൾ ഈ കത്ത് എന്ന് പറഞ്ഞാൽ കുറേ പേര് കത്തുകളുണ്ട് കേട്ടോ. 30 കൊല്ലം മുന്നത്തെ വെള്ളി നക്ഷത്രത്തിൽ വന്നിട്ടുള്ള കത്ത് ആള് യാദൃശ്ചികമായി കണ്ടതാണെന്നാ പറയണേ. അല്ല ഇത് സൂക്ഷിച്ചു വെക്കണ്ടേ അല്ലെങ്കിൽ എന്തേലൊക്കെ എവിടെയൊക്കെ ഒതുക്കിയപ്പോ കണ്ടതാവാം, യാദൃശ്ചികമായി. അത് സരിത വായിക്കത്, ഞാൻ വായിച്ചാ മതിയാ? അതെന്താ കണ്ണട വെച്ചോ വായിച്ചോ? കാണില്ലേ കുഞ്ഞിനെ കുഞ്ഞി മുഷിഞ്ഞിട്ടുണ്ടല്ലോ, പഴയ പേപ്പറാണ്. കത്തിട്ടാ. കോടീശ്വരനിൽ തെറ്റ്. മുകേഷിന്റെ കോടീശ്വരൻ പരിപാടിയിലെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കട്ടെ. മുകേഷിന്റെ കോടീശ്വരൻ പരിപാടി 30 കൊല്ലം മുന്നൊന്നല്ലല്ലോ. എന്നാലും 10-27 കൊല്ലം ഉണ്ടാവും. ശരി. ഏപ്രിൽ 4-ാം തീയതിയിലെ ഒരു ചോദ്യത്തിൽ ലോകത്തിൽ ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച സ്ഥലം ഏതായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടയാൾ പിന്മാറി. കമ്പ്യൂട്ടർ പറഞ്ഞ ഉത്തരം നാഗസാക്കി എന്നായിരുന്നു. ഹിരോഷിമയാണ് ശരിയായ ഉത്തരം. 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും ബോംബിട്ടതായാണ് അഖില വിശ്വവിജ്ഞാന കോശത്തിൽ കാണുന്നത്. മാത്രമല്ല ആഗസ്റ്റ് 6-ന് ലോകം മുഴുവൻ ഹിരോഷിമ ദിനമായി വർഷം തോറും ആചരിച്ചു വരുന്നു. കോടീശ്വരൻ പരിപാടിയിൽ ഇത്തരം തെറ്റി വരുന്നത് ശരിയല്ല, കുറെ കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനൊരു കത്താണ് വന്നിട്ടുള്ളത് 30 കൊല്ലം മുന്നത്തെ കാലഘട്ടത്തിലത്തെ വെള്ളി നക്ഷത്രത്തിലത്തെ വായനക്കാരുടെ കത്തിന്റെ ഭാഗത്ത്. ഇനി ആ കത്ത് എഴുതിയ ആൾ ആരാണ് എന്നുള്ളതാണ് ഇവിടത്തെ പ്രസക്തി. TS അജു, താമരശ്ശേരി വീട്, പെരുവാങ്കുളങ്ങര, ഒല്ലൂർ PO, തൃശ്ശൂർ. ഈ കത്ത് ഒരാള് ഫോട്ടോ എടുത്തിട്ട് ആ വെള്ളി നക്ഷത്രത്തിന്റെ ആ പേജ്, അന്നത്തെ ആ പേജ് കണ്ടാ, അത് ഫോട്ടോ എടുത്തിട്ട് അതാണ് ആള് ഫേസ്ബുക്കില് കമന്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചപ്പോ ചേട്ടൻ ഇത് കണ്ടപ്പോ പെട്ടെന്ന് കോരിത്തെരിപ്പും രോമാഞ്ചൊക്കെ ഉണ്ടായില്ലേ? ഞാൻ അയച്ചതാണ് അന്ന്. ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. കണ്ണ് നിറയില്ല, സന്തോഷം കൊണ്ടാ. കണ്ണ് നിറഞ്ഞു. അതല്ല രസേ. അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ച് എപ്പോഴും പുസ്തക വായന ഇരുന്ന് എപ്പോഴേ. അപ്പൊ അഖില വിജ്ഞാന കോശൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എവിടെ ലൈബ്രറിയിൽ പോയാലും എന്തെങ്കിലും പുസ്തകങ്ങൾ ഇരുന്ന് വായിക്കില്ലായിരുന്നു. അപ്പൊ അന്ന് അറിവുണ്ടായിരുന്നു. ആ അറിവിന്റെ ഒരു ഭാഗമാണ് നമുക്ക് കോടീശ്വരന്റെ പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടിയതിട്ടാ. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തോന്നുന്നു എനിക്ക്. ആള് സൂക്ഷിച്ചു വെച്ചത്. അപ്പൊ നന്ദകുമാർ ഈ ചേട്ടനോട് വളരെ സന്തോഷം. നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും കണ്ട. അപ്പൊ അങ്ങനൊരു വിശേഷം. അപ്പൊ നമ്മുടെ മീൻ എന്തോരം സമയം വേവിക്കുന്ന അറിയില്ല. തള വന്നു കൈ പിടിക്കുന്നുണ്ട്. അടിയിൽ നിന്നും പിടിക്കില്ലേ? അതെ അടി സ്പൂൺ നിർത്തി ഇങ്ങനെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും ഒരു 5 മിനിറ്റ് കൂടിയും കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ. 5 മിനിറ്റ് കൂടി. മീനായാലും ഇറച്ചിയിലെ പോലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെയാവും. ഒരു ആവി നല്ല പോലെ തീയത്തുന്നുണ്ട്. അപ്പോൾ ചേട്ടന് മൊത്തത്തിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഒന്ന് ഈ കത്ത് വായിച്ചതിൻ്റെയും 2 ട്രീ ഹൗസ് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള. ട്രീ ഹൗസ് ഉടനെ കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ തീരുമാനിച്ചത് സുമേഷിനെ വിളിച്ചിട്ട് അത് മൊത്തം എല്ലാം അഴിച്ചെടുത്ത് ഒതുക്കി ടെറസിൻ്റെ മുകളിൽ ഒരുത്തിൽ കൊണ്ടിടാം. കാലത്ത് കാശുണ്ടാവുമ്പോൾ. കാരണം അതിന് കുറേ പൈസയാവും. റൂം, ബാത്റൂം, ബാൽക്കണി, ചുറ്റും വരാന്ത, ഇങ്ങനെയൊക്കെയല്ലേ. അപ്പം പൈസ കുറേ ആവും. അപ്പം അത് എന്തായാലും നടക്കണം. ഇപ്പം ഒന്നും നടക്കില്ല. അപ്പം നമുക്ക് അങ്ങനെ അയച്ചു വയ്ക്കും. ഇതിങ്ങനെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അസ്ഥികൂടം. അപ്പോൾ അറിയാത്ത ആളുകൾ വരുമ്പോൾ തന്നെ ആദ്യം വന്നിട്ട് ഇത് എന്തൊരു സാധനം ചോദിക്കും. അജുവിൻ്റെ ഈഫൽ ടവർ. അപ്പം അങ്ങനെ അത് അയച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെയാണ്
ചേട്ടൻ ഫേസ്ബുക്കിലല്ല യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടതാണ്. പാർവതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ് ഇടും, ഒരു പെൺകുട്ടി കമന്റ് ഇടാറുണ്ട് എപ്പോഴും, പാലക്കാടുള്ളത്. അപ്പൊ ആളുടെ യൂട്യൂബ് ചാനല് എടുത്ത് നോക്കിയപ്പോ അതിലാണ് ആളുടെ ഭർത്താവും ഫ്രണ്ട്സും കൂടി പണിതിട്ടുള്ള, അതായത് മുള കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ട്രീ ഹൗസുകൾ അവര് കൊടുക്കുന്നത്. അതൊന്നുമില്ല, ഞാൻ അറിഞ്ഞില്ല. ആ കുട്ടീരെ പാർവതി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടീരെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് യൂട്യൂബ് റിമൂവ് ചെയ്തു. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്തോ വയലേറ്റ് ചെയ്തു. 2-3 പ്രാവശ്യം അടുപ്പിച്ച് വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കമന്റ് ഇടും. എന്റെ ചാനലിൽ പോയി അതിനെന്താണ് പരിഹാരം അജേടാന്ന് വിളിച്ച് നോക്കി. അപ്പൊ ഞാൻ ആ കുട്ടീരെ പുതിയതായിട്ട് വീണ്ടും ചാനൽ ആരംഭിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഒരു ചെറിയ കുഞ്ഞൊരു ട്രീ ഹൗസ്, ഒരു ഇത് പണിതിട്ടുള്ള ആ കുട്ടീൻ്റെ ഭർത്താവും വേറെ ആളും കൂടി പണിതിട്ടുള്ളത് കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു, സംസാരിച്ചു. ഞാൻ അറിഞ്ഞില്ല കേട്ടാ, സംസാരിക്കലോ ഉറപ്പിക്കലൊക്കെ അവരിങ്ങോട്ട് വന്നു. ആള് വന്നിട്ട് നോക്കി. അപ്പം നോക്കിയപ്പോൾ സുമേഷിനെ വിളിച്ചു. സുമേഷ് വന്നു. ഇവർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഇന്നമായിട്ടുള്ള മരങ്ങളൊക്കെ മുറിക്കണം, ഇന്ന സാധനം ഇതിൻ്റെ ഇതുകളൊക്കെ ഫ്രെയിമുകളൊക്കെ ഇന്ന ഇത് വേണം, അല്ല വേണമെന്നേ ഇന്നതൊക്കെ മാറ്റണം, പിന്നെ ഈ കാലുകൾ എവിടേക്ക് കൊടുക്കണം എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ വലിയ ബഡ്ജറ്റ് വലിയ, അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ. പിന്നെ വലിപ്പം കുറഞ്ഞല്ലോ, 450 സ്ക്വയർ ഫീറ്റ് 150 മാറി, 300 സ്ക്വയർ ഫീറ്റ് പോയി. 3-1 അതിൽ കുറഞ്ഞു. കാരണം ഇപ്പം അതിൻ്റെ ഉള്ള റൂമും ബാത്റൂമും ഇതൊക്കെ എടുത്താലും നമ്മളെ അവിടെ എന്തായാലും താമസിക്കാനൊന്നും പോണില്ല. അതിലാര് താമസിക്കുന്നു? പിന്നെ നമ്മളിത് റിസോർട്ടൊക്കെ അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് ആളുകൾക്ക് ഹോം സ്റ്റേ പോലെയൊക്കെ കൊടുക്കണം. അതും ചെയ്യും തോന്നുന്നുള്ളേ. അപ്പോ വെറുതെ വല്ലപ്പോഴും ഒന്ന് കയറിയിരിക്കുക, അധോലോകം വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമ്പോഴൊക്കെ ഒന്ന് കയറി വല്ലപ്പോഴും വല്ല ഒരു പുതുക്കിയിരിക്കും. അതിനൊക്കെ എന്തിനാ ഇത്രയും പൈസ ചെലവഴിക്കേണ്ട ആവശ്യം? അപ്പൊ ഇങ്ങനെ അതിനെ ചുരുക്കി ഇങ്ങനെ ആക്കാൻ പോവാ. അങ്ങനെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ സന്തോഷം, അതിലുപരി സന്തോഷം ഈ കമന്റ് കണ്ടപ്പോ. പിന്നെ ഈ പെൺകുട്ടിയുടെ ഒരു സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു പാചകമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിലും ഒരു സന്തോഷം ഒന്നും വലിയ കാര്യമായിട്ടുണ്ടാവില്ല. നമുക്ക് ഇത് ഇറക്കാം. വെള്ളം അധികം വേണ്ട സരിത, കണ്ട അതിന്ന് വെള്ളം ഇറങ്ങിണ്ടാവില്ലേ? മീനിന്ന് വെള്ളം ഇറങ്ങി, കണ്ട കുഴപ്പമില്ല. അത് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. സരിത മീൻ എടുക്കാൻ പോകട്ടാ. മീൻ വെന്തുണ്ട്, ഉടഞ്ഞിറങ്ങി. അടിയിൽ പിടിച്ചിട്ടില്ല. ഇതാണ്ട ഇനി മീന് വെള്ളമൊന്നുമില്ല, അങ്ങനെ വെള്ളമൊന്നുമില്ല. ഇത് വെള്ളമില്ല. ഇതാണ്ട് അടിപൊളി മീനായിട്ട്. ഇത് ഈ മീനെ പിച്ച് ചെയ്യുന്നതാണ് പറഞ്ഞു കൊടുത്തത്. ചൂടാറിയിട്ട് പിച്ച് ചെയ്യുന്നത്. നമുക്ക് മീൻ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചീന്തി തന്നെയാണ് പറയണത്. പൊടിയായിട്ട് പൊടിക്കണം കൈകൊണ്ട് ഇങ്ങനെ വെറുതെ പൊടിച്ചാൽ മതി. വെറുതെ വെക്കാൻ മതി. പിന്നെ മുള്ളില്ലല്ലോ. മുള്ളില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ മീൻ വേണമെന്ന് പറയണേ. ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മീൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഏത് മീൻ വേണമെങ്കിൽ ഉപയോഗിക്കാൻ തോന്നുന്നു അല്ലേ? വറ്റയോ മറ്റേ അറക്ക, നെയ്മീനോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചാള ഇല പോലത്തെ മീനൊന്നും ഉപയോഗിക്കരുത് അല്ലേ? പിന്നെ എന്റെ പൊന്നേട്ട എന്നാ വാങ്ങിച്ചാണ്? ഒരു 5-6 കൊല്ലത്തിന്റെ ഇടയ്ക്ക് വാങ്ങിയതായിട്ടൊരു ഓർമ്മയില്ല എനിക്ക്. ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാ ഏട്ട. ഇഷ്ടമുള്ളവര് കണ്ടമാനം പേരുണ്ട് സരിതേ. പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെറുതായി ചൂടുണ്ട്. പൊടിക്കലാട്ടാ ചെയ്യുന്നത്, വെറുതെ ഒരു ഇങ്ങനെയല്ല. അതൊന്ന് വായിച്ചു നോക്ക് ചേട്ടൻ. തീരെ പൊടിയാക്കാനാ പറഞ്ഞേക്കണേ, നല്ലോണം ഇങ്ങനെ നല്ല പോലെ പൊടിയാക്കണേ. അങ്ങനെയാണ് അതിൽ എഴുതിയേക്കണേ. അടിപൊളിയില്ലേ? ഇപ്പോൾ കുഞ്ഞു മുള്ളുകളുണ്ട് ഇടയിൽ, ചെറിയ മുള്ളുകൾ. ഇതെന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതല്ല, കുപ്പി മദ്യത്തിൻ്റെ കൂടെ കഴിക്കുന്നതാവും. മദ്യത്തിൻ്റെ കൂടെ കഴിക്കുന്നതാവും. മതിയിട്ടാ അല്ലേ? ആയിട്ടുണ്ട് കേട്ടാ, കൈയിട്ടെ. നമ്മളിത് ഇങ്ങനെ ആക്കി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഒരു 2-3 ടീസ്പൂണിനൊക്കെ അധികം ഒഴിച്ചിട്ടുണ്ട്. നല്ല പോലെ കത്തി വേണം. ഒരു മിനിറ്റ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ വാങ്ങിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. എന്തുട്ടാ? പോലത്തെ ഒരു സ്റ്റൂള്, ഈ കുടിലുണ്ടാക്കിയ സ്റ്റൂള് വാങ്ങിച്ച അന്നോട്ട് പറയണതാ. 2 വേണം ചേട്ടൻ. എന്നിട്ട് ഒരെണ്ണം വാങ്ങിച്ചോണം.
എന്നിട്ട് ചന്തയ്ക്ക് പോയി വാങ്ങിച്ചുകൂടെ എന്ന് ചോദിക്കും ആളുകൾ. ഞാനൊന്നും അങ്ങനെ ഇന്നേ വരെ ഒറ്റയ്ക്ക് പോയിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ നിൽക്കണ്ടായത്. ഇവിടെ ഈ ചീയാരത്തുണ്ട് കട പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ, അവിടെ നല്ലത് വാങ്ങിച്ചു. ഇത് വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ വേണ്ടതാണ് മീൻ ചട്ടി. അത് പൊട്ടി ഏത് നിമിഷവും 2 കഷ്ണമായി മാറും. ആ പരിപാടിയാണ്. പിന്നെ വേണ്ടതാണ് ഒരു കലം. കലശീലരാ മറ്റേ കൊള്ളെടുത്ത വായേ കോഴയുന്ന ധൃതി ഓടുമ്പോ ചേട്ടൻ കള്ളുടിച്ചപ്പോ എന്താ സ്ഥിതി? അതാണ് ചേട്ടൻ വല്ലപ്പോഴും കഴിക്കുകയാണെങ്കിൽ തന്നെ ഇല്ലേ കഴിച്ചു കഴിയണോടുകൂടി എവിടെയെങ്കിലും സൈഡായി ഉണ്ടാവും. വർത്താനം പറയാനൊന്നും നിക്കില്ല. ഒരു കുപ്പി ബിയറാണ് ഞാൻ കഴിക്കുക. ഒരു കുപ്പിയൊക്കെ ആ ബിയർ കഴിച്ച് കഴിയണോടുകൂടി ചേട്ടൻ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടാവും. അത് സരിതേര അവിടെ മറ്റേ കുറുക്കഞ്ചേരി പോയി ഉണ്ടാകുമ്പോ ഓണത്തിന് വിഷുവിന് കഴിഞ്ഞു. ഓണത്തിനൊക്കെ ആര് കഴിക്കണു? അല്ല കഴിച്ചെങ്കിൽ കഴിച്ചു. പിന്നെ ക്രിസ്മസിന് ചിലപ്പോ ഇപ്പൊ ഇത്തവണ കുറുക്കഞ്ചേരി പോയി കഴിച്ചില്ല. ഇനി ബിയർ കുടിച്ച് കഴിഞ്ഞാൽ വർത്താനം പറയിപ്പിക്കാൻ ചേട്ടനെ കൊണ്ട് ഉറങ്ങാൻ പോണേല് മുന്നേ അതാണ് കാണിച്ചു ചിലപ്പോ തലതെലിച്ചിരിക്കും ആളുകളെ. അല്ല ആൾക്കാർക്ക് കാണിക്കാനല്ല, എനിക്കറിയാനാ വർത്താനം എങ്ങനെയാന്ന്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് നമ്മള് കടുക് ഇടുന്നു കേട്ടാ. പിന്നെ കുറച്ച് വേപ്പിടുന്നു. വേപ്പ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ കൂട്ട് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്. എനിക്കിതിൻ്റെ ഏറ്റവും വലിയ ഇതൊന്ന് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് വളരെ സിമ്പിൾ സാധനമാണ്. അതാണ് എനിക്ക് ഇത് ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. ഇതിൽ കുറച്ച് നേരം കിടന്ന് മൂക്കണം. ശരിക്കും മീൻ കുത്തിപ്പൊടിയില്ലേ? കടുക് പൊട്ടിച്ചില്ലെങ്കിൽ തൃശ്ശൂക്കാരെ കുത്തിപ്പൊടി. നോക്കട്ടെ. നമ്മുടെ ഇത് നോക്കി നല്ല പോലെ മൊരിഞ്ഞു വന്നു കേട്ടാ, മൂത്തു. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഇതിലേക്ക് തട്ടാം. കുറച്ച് ഇട്ടിട്ട് ഇളക്കിയിട്ട് കൊള്ളില്ല. കൊള്ളും. ബാക്കിയുള്ള കൊണ്ടിരുന്നു കേട്ടാ. ശരിക്കും നമ്മുടെ കൂട്ടം കാച്ചുന്ന സൗണ്ട് തന്നെ അല്ലേ? അല്ല സൗണ്ടല്ല അതിൻ്റെ പരിപാടി. കൂട്ടം അല്ല അതന്നെ കുത്തി കാച്ചൽ തന്നെ. കുത്തിപ്പൊടി മുളകിന് പകരം മറ്റേ സാധനം ചതച്ചൂന്ന് മാത്രം, വറ്റൽമുളക്. ഇനിയിപ്പോൾ അതൊക്കെ തീ ആക്കിയിട്ട് ഇങ്ങനെ ഒലർത്തി എടുക്കണം എന്നാ പറയണത് അല്ലേ? 15 മുതൽ 20 മിനിറ്റ് സമയം വരെ ചെറുതീയിലിട്ടിട്ട് ഇളക്കണം. ചെറുതീനുള്ളപ്പോൾ ഉപ്പ് മീനിൽ ഒരു സ്വല്പം കുറവുണ്ടായിരുന്നു. നമുക്ക് ഒരു സ്വല്പം ഉപ്പ് കൂടിയിടാം. കേട്ടോ. ഇങ്ങനെ ഇളക്കി വരുമ്പോൾ അതിങ്ങനെ നന്നായി പൊടിഞ്ഞോളൂ അല്ലേ? പൊടിയും. നമ്മുടെ കട ഈ മറ്റേ ഇടിയും ചക്കാര പോയില്ലേ ഇത് കൂട്ടാൻ? അല്ല കാണുമ്പോൾ എനിക്ക് ഇടിയും ചക്ക നമ്മൾ തൃശ്ശൂർ വയ്ക്കുന്ന പോയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ആകാം, 10-15 മിനിറ്റ് ആകാം. ഒരു മഴയുടെ ലക്ഷണമായിട്ടാ നമ്മുടെ ഈ സാധനം കണ്ട കുറഞ്ഞല്ല ഒന്നുകൂടി പൊടിഞ്ഞു. ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിലേ ഇതിങ്ങോട്ട് ഒരു മൊരിഞ്ഞ ടൈപ്പിലാണ്ട് വരും. ഇതിപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഇതല്ല. പിന്നെ വിറകടുപ്പും കൂടിയിട്ടാണല്ലോ. വിറകടുപ്പല്ല, ഈ പാത്രം ചീഞ്ചട്ടിയല്ലേ, അങ്ങനത്തെ അല്ലേ സാധനം. ഇനിയുണ്ട് കഴിച്ചു വെക്കണ്ടായിരുന്നല്ലോ. അതൊന്നും ഞാൻ പറയില്ല, അവസാനം പറയല്ലോ. മഴ പെയ്റ്റേ ഇതിപ്പോൾ കൂട്ടി കഴിക്കുന്ന സാധനം നിങ്ങൾക്കറിയാലോ, മറ്റേതാണ്. അത് മറ്റേതാ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഇതാ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒരെണ്ണം ചെയ്യാം. ഒരു മീൻ ഉലർത്തിയത് അല്ല മീൻ കുത്തിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മീൻ എടുത്തിട്ട് അത് സിമ്പിളായിട്ട് അത് പെട്ടെന്നാവും. ഇവിടെ വേറെ കൂട്ടാൻ വയ്ക്കണ സമയം കൊണ്ട്. മഴയല്ലേ? മഴയുടെ സൗണ്ട് അല്ലേ? മഴേനെയും കാത്തിരിക്കാം. ഇത് വന്നു മഴ കിടന്ന് നടക്കാൻ തോന്നുന്നു.
നല്ല ചൂടുണ്ട് ഇവിടെ ഇപ്പോൾ. ഇപ്പോൾ ഈ ചൂടാണ്ട് ഒറ്റയടിക്കാണ്ട് പൂടാ. അതെ ആയി മഴ വിചാരിച്ചപ്പോൾ ശക്തിയായില്ല. അവിടെ ദേ നല്ല മഴ പെയ്യുന്നുണ്ട് പാടത്ത് കണ്ടാ. ആര് വിളി വരുന്നു? അപ്പം നല്ല തുള്ളികളായി തുടങ്ങി. ദേ വീണ്ടും കുറയുന്നു. മഴ അകലെയാണ് കൂടുതൽ, നമ്മളവിടെ കുറവായി. മതി സരിത നോക്കിയാ കുറച്ച് സമയമില്ലേ? 15 മിനിറ്റ് ആയാ? 5 മിനിറ്റ് ഉണ്ടാവും. ഇതിങ്ങനെ കുറഞ്ഞു വരില്ലോ. കറക്കിയാലോ? കുറഞ്ഞു വരുന്ന പറഞ്ഞാ അല്ല, ഇങ്ങനെ പൊടി ഇങ്ങനെ കുറഞ്ഞ് പൊടി ചെയ്യുമ്പോൾ എന്തോറും ഇതിൻ്റെ അളവ് കുറഞ്ഞു വരും. ഞാൻ അടുത്ത് തിന്നുന്നു. അങ്ങനെ ഞാൻ ഇതിങ്ങനെ സ്വാഭാവികമായി ചുരുങ്ങി തീ ചൗമ ചെയ്യുന്നവര് തീ ഓഫ് ആക്കിയതിന് ശേഷം ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇടുക. ഗരം മസാലപ്പൊടി ഇല്ല. ഇനി നമുക്കത് ഇറക്കാം. അങ്ങനെ നമ്മുടെ സൗമ്യയുടെ മീൻ തോരൻ റെഡി. അതിന്റെ വ്ളോഗിന്റെ പേര് എന്തിട്ടാണാവോ? ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് പേര്. നമുക്കൊരു ചാനൽ ഉണ്ടെന്നല്ല പറഞ്ഞ, യൂട്യൂബ് ചാനൽ ഉണ്ടാവിരിക്കും. അതിപ്പോൾ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിലാണ്ട പോസ്റ്റ് ചേട്ടൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാ ഉണ്ട്. പറഞ്ഞിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഡാൻസിങ് മൈൻഡ്. അതെ, പ്ലേറ്റ് എടുത്തേ എനിക്ക് കഴിക്കാനാണ്. വീണ്ടും മഴ. ഇതിൽ ഇത് ഉള്ളി കൊണ്ടാ ഞാൻ തരും ഇതിലിട്ടിട്ട്. ശരിക്ക് ഇടിച്ചക്കര പോയിട്ട് സരിത 8,71,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വീഡിയോ കുറേണ്ടാവും. കണ്ട ഈ ഫുഡ് വ്ളോഗാ, ഓരോ സ്ഥലത്ത് പോയി ടേസ്റ്റ് ചെയ്യണ വ്ളോഗ്. അതുകൊണ്ടാണ് അങ്ങനത്തെ കമന്റ് വന്നത്. വല്ലതും വെച്ചുണ്ടാക്കി തിന്നാനൊന്നും അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടേ. നീ കസാരിട്ടിരുന്ന വേണമെങ്കിൽ ഇത് കഴിച്ചോ. എന്തൊരു തോന്നുന്നത് കാണുമ്പോ. പറഞ്ഞ പോലെ ഇടിയൻ ചക്ക തോരൻ പോലെ അല്ലേ? ശരിക്ക് ചൂടില്ലേ കഴിച്ചോക്കിയ. ഇതിലും 2 ടീസ്പൂൺ കഴിച്ചോ. കുത്തിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? കുത്തിപ്പൊടി മീൻ നല്ല ഇഷ്ടമുള്ളവർക്ക്, ചേട്ടനെ പോലെ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിനെ പ്രണയിക്കുന്നവർക്കുള്ള സാധനമാണ് കേട്ടത്. കരുതേ പോലുള്ളവർക്കല്ല. ഞാൻ പറഞ്ഞില്ലേ, വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇഷ്ടപ്പെടും. കുറേ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊരു സൈഡായിട്ട് ഇങ്ങനെ ഈ മീൻ പൊടി ഇടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു സാധനം. ചമ്മന്തിപ്പൊടി കേരളത്തിൽ പെട്ടുണ്ട്. അത് ഓരോ മീൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ടേസ്റ്റ് മാറും. മറ്റേ നെയ് മീനൊക്കെ ആകുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ആവോലിയ അല്ലെങ്കിൽ മറ്റേ പറയാ വറ്റ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൗമ്യ നന്നായിട്ടുണ്ട്. സൗമ്യ ഇത് കാണുമോ? ഇനി കാണാനിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ടാണ് വരാം. നന്ദി, നമസ്കാരം.